സംവിധാനങ്ങൾ കൊണ്ടും പ്രകാശ നിയന്ത്രണങ്ങൾ കൊണ്ടുമെല്ലാം മനം കുളിർപ്പിക്കുന്ന ഒന്നാണല്ലോ പ്രൊഫഷണൽ ബാലെ. ഇതാ ഇവിടെ അക്ഷരത്തെറ്റുകളുടെ കൂമ്പാരമായി മാറിയ ഒരു പ്രൊഫഷണൽ ബാലെ. ഞാൻ ഓരോരുത്തരായിട്ട് വിളിക്കും. രംഗത്ത് രാജാവ്, രംഗത്ത് രാജാവ്. എന്റെ മേക്കപ്പ് പോയിട്ടില്ല സുഹൃത്തെ. അതിന് നിന്നെ ആരെയും ഇങ്ങോട്ട് വിളിച്ചത്? രാജീവ് രാജീവ് എന്ന് പറഞ്ഞു. രാജീവല്ല, രംഗത്ത് രാജാവ്. പോകട്. എന്ത് കഷ്ടമാണ്. രാജാവുവാ നീയല്ല, ഇത് ഡ്രൈവറാണ്. നീ പറഞ്ഞു പോകട്. നിങ്ങൾ ആരുമില്ല. നിൽക്കണ് സുരേഷ്, ഗംഗാരച്ചേട്ടന്റെ മോൻ സുരേഷ്. നീ എന്റെ രാജാവ് കിരീടം വെച്ചിരിക്കണല്ലേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ സുരേഷ്, ഇങ്ങോട്ട് വാ. നീ തമാശ കളിക്കല്ലേ. കയറി വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വെച്ച് അങ്ങോട്ട് പോകും. ഇത് അങ്ങോട്ട് പോകുന്ന മൈക്കിന്റെ അടുത്തേക്ക് വാ. രാജാവ് നേരെ നോക്കുന്നു. ഓഡിയൻസിനെ നോക്കാൻ. അയ്യോ സുരേഷ് പട്ടേ പേടി വന്നതാ. കയറുവാ, കയറുവാ. പ്രകാശം വരുമ്പോൾ രാജാവ് പുഞ്ചിരി തോന്നുന്നു. പ്രകാശം ട്രാപ്പിലിരിക്കുക പോരാനാണ്. അയ്യോ ആ പ്രകാശനല്ല, ലൈറ്റ് വന്നല്ലോ. വെട്ടാം, പുഞ്ചിരി തൂയിക്കോ. പോയിക്കോട്ടെ. സുരേഷ് എന്തി കാണിക്കുന്നത്? പോലെ അല്ല, ആ പുഞ്ചിരി നട്ടകത്തോ, അതായത് പൊട്ടിച്ചിരി. അടിപൊളി. അതിവിടെ പറഞ്ഞ മഹാരാജാവ് ഗൗരവത്തിൽ ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടതുമ്ന മഹാരാജാവ്. നടക്കൂല. പേരാണ് ഇളയെടുത്ത് കൊട്ടാരത്തിലെ ദൃഷ്ടതുമ്ന മഹാരാജാവ്. താനങ്ങ് പറഞ്ഞാൽ പോലെ വെറുതെ നേരം ഡയലോഗ് പറയണം. നിന്റെ പേരാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, വായിക്കൊള്ളണ വാക്ക് എഴുതിയാൽ മതി, എഴുതിയാൽ മതി. അല്ലാതെ പറയാം. പേരാണ് ദൃഷ്ടതുമ്ന മഹാരാജാവ്. ഇളയെടുത്ത് കൊട്ടാരത്തിലെ സുരേഷ് മഹാരാജാവ്. അതെ, അത് മതി. ആരെവിടെ? ആരുമില്ല. ആരെവിടെ? ആരെവിടെ? നീ ചോദിക്കുക. ആരെവിടെ? ആരെവിടെ? അല്ല, അവൻ ബാലയുടെ ഡയലോഗ് പറഞ്ഞാ. നിങ്ങൾ ആരും വിളിച്ചാൽ പോയെല്ലാവരും പോയേ. എന്ത് കഷ്ടമാണ്. എല്ലാവരും കൂടെ കൊടുക്കണമാ. ഒരാളെ നിന്നിട്ട് ബാക്കി എല്ലാവരും പോകണാവേ. ആവശ്യമില്ലാത്ത ബാക്കി എല്ലാവരും പോ. നീ ഇവിടെ തന്നെ. ബാക്കി എല്ലാവരും പോ. പടൻ വരുന്നു, പടൻ വരുന്നു. അടിപൊളി പടൻ. പടനായാലും ഇങ്ങനെ വേണം. മഹാരാജൻ അങ്ങ് ധൃതങ്ക പുളകിതനാവട്ടെ. മഹാരാജൻ അങ്ങ് ധൃതങ്ക പുളകിതനാവട്ടെ. അനിയല്ലേ മുടി. ഇവൻ സനി. കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറ. മഹാരാജൻ അങ്ങ് ധൃതങ്ക പുളകിതനാവട്ടെ. ബാക്കി പോയി പഠിക്കും. പോരാ പോരാ, പോയി പഠിക്കപ്പുറം പോയി പഠിക്കും. പഠിച്ചിട്ട് വായിക്കോട്ടെ. മന്ത്രി വാ, മന്ത്രി വാ, മന്ത്രി വാ. ഒക്കെ നീയാണ്. നീ രാജാവല്ലേ. മന്ത്രി ഇങ്ങോട്ട് വാ, കയറുവാ. മതി മതി. എന്തോ ചിരിച്ചതാണ്. അടിപൊളി ഡയലോഗ് പറ. മാമ പ്രണാമം പ്രഭു, മാമ പ്രണാമം. എന്നാണ് പറയണത്? മാമ പ്രണാമം പ്രഭു, മാമ പ്രണാമം. വ്യക്തമായിട്ട് പറയണം. മാമ പ്രണാമം പ്രഭു. നമ്മളിങ്ങനെ കാണുമ്പോ വിഷയമില്ലേ? മന്ത്രി സത്തമ്മ. മന്ത്രി മന്ത്രി സത്തമ്മ. മന്ത്രി സത്തമ്മ. എന്താ നിന്റെ പേര്? മന്ത്രി സത്തമ്മ. മന്ത്രി രാജു. നിനക്കറിയുമോ? നിനക്കറിയുമോ? മന്ത്രി സത്തമ്മ. മന്ത്രി രാജു. അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാടൽ. അന്തപുരത്തിൽ നിന്ന് നമ്മുടെ ഉടയാടൽ എടുത്തോണ്ട് വരൂ. ഉടയാടല്ല, ഉടയാടൽ അതായത് കുപ്പായ. അന്തപുരത്തിൽ നിന്ന് കുപ്പായ എടുത്തോണ്ട് വരാം. കണ്ണടച്ചാണ്. എന്താണ് എടുത്തിട്ടില്ലേ? പഠിച്ച പഠിച്ച ഇല്ല, ശരിയായിട്ടില്ല. ഈ വാ തുറന്നാൽ കംപ്ലീറ്റ് തെറ്റാ. നീ അപ്പുറം പഠിക്കും ചെല്ല്. എന്ത് കഷ്ടമാണ് ദൈവമേ. സുരക്ഷിതാണ് ബാലയാണ് പൊരിക്കാനൊക്കെ കാര്യം കാണിച്ചു. നീ നമ്മളെ പാലത്തിൽ നിന്ന് ഇങ്ങോട്ട് ചീട്ടെടുത്ത കണ്ടോ? ടോളിന്റെ ചീട്ട്. ചീട്ട് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് കായ കൊടുത്ത് പോയത്. ഇപ്രാവശ്യം നടക്കില്ല. കഷ്ടമാണ്. ബാലയാണ്.
നിങ്ങളെല്ലാം വിളിക്കണത് പൊയ്ക്കോ. നിങ്ങളൊന്നും വേണ്ട ഓർമ്മ. സുരേഷ് ഞാൻ ആരവിടെ വേണ്ടട്ടാ. പോയി പഠിക്കുന്നു. പോയി പഠിക്കും. കാരണം നമ്മുടെ പാലിൽ തരുമാനില്ല. പഠിച്ചാ പോയി പഠിക്കണം. എന്ത് കഷ്ടമാണ് നീ എഴുതുന്നത്. മന്ത്രി ഒന്നുകൂടി വാ. മന്ത്രി എവിടെ? എങ്ങോട്ട് പോയി മന്ത്രി? ഇതിലേക്ക് പറ്റി. മഹാരാജൻ ഒന്നും അറിയില്ലേ? മഹാരാജൻ ഒന്നും അറിയില്ലേ? മഹാരാജൻ ഒന്നും അറിയില്ലേ? മഹാരാജൻ അറിയില്ലേ? എന്ത് കാണിക്കുന്നത്? ഒരു പ്രാവശ്യം അറിയില്ലല്ലോ. ഒന്നും അറിയില്ലെന്ന്. എനിക്കൊന്നും അറിയില്ല. കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ശത്രുസൈന്യം എന്താണ്? കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. നിവർത്തിയിട്ട് വരാം. അതല്ല, ശത്രുസൈന്യം നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. കരക്കാരൻ നമ്മുടെ കൊട്ടാരം വളഞ്ഞിരിക്കുന്നു. ഞാൻ ഉള്ളിലോട്ട് പോലെ എന്ത് കഷ്ടമാണ് ഈ സമയം. അയൽപക്കത്തെ രാജാവ് കോപിഷ്ഠനായി കടന്നു വരുന്നു. അയൽപക്കത്തെ രാജാവ് കോഴിക്കാഷ്ടമായിട്ടോ? കോപിഷ്ഠനായിട്ട് വരാൻ പറഞ്ഞിട്ട് കണ്ടാണോ ഗോപനെ കൊന്നിട്ട് എപ്പോഴാണ് തുടങ്ങുന്നത്? നിന്റെ മുഖത്ത് ദേഷ്യം പറ്റിയത് എനിക്കത് വരില്ല. ശമ്പളം കേട്ടോ. എന്റെ സ്വഭാവമായിട്ടുള്ള ഞാൻ പറഞ്ഞേക്കാം. ഈ ദേഷ്യം വന്നാ മതി. അത്രയും മതിയാ? മഹാരാജൻ മഹാരാജാവ് വിളി കേൾക്കുന്നു. കണ്ടം നീങ്കാലേക്കുള്ള ഞാൻ രാജാവാക്കിയത്. അങ്ങനെയല്ല, അവന്റെ പേര് പറ. അവന്റെ പേര് പറ. ത്രിവിക്രമ. നീ ഇന്നലേക്ക് പോലെ എനിക്ക് കാശ് മേടിക്കണേ. നീ പറയുന്നേ ത്രിവിക്രമ. വായിക്കൊള്ളൂരാ ഈ പേര്. പറയുന്നു, എന്തെങ്കിലും പറയും. എന്റെ പേരല്ലേ? ശശി ഇടാവില്ലേ? മതി. മഹാരാജാവ് വാളെടുക്കുന്നു. ആ വാളല്ല, ഉറയിൽ നിന്ന് വാൾ വലിച്ചു. ഉറിയിലൊക്കെ എങ്ങനെയാണോ വാൾ വലിച്ചു? അയ്യോ, വാളെടുത്തിട്ടില്ല. വാളെടുത്തില്ലേ? വാള് വെച്ചേക്കണതാരാ? ആരാ വാള് വെച്ചാ? വാള് വെച്ചത് ഞാനാ. എപ്പം മോരല്ലേ ഒന്ന് തെളിയാണ്. അതല്ല, ഒറിജിനൽ വാള് വെച്ചേക്കണത് ആരാണ്? സുരേഷേ, ആളെ മനസ്സിലാക്കാനല്ലേ? വാള് കിട്ടിയ അതെ കാണാൻ കൂടാൻ പറ്റും തന്നെയാണ്. എന്നെ അവനെ വെട്ട്. വെട്ടിക്കഴിഞ്ഞ മരിച്ചു വീഴുന്നു. നീ വെട്ടിട്ട് നീ മരിച്ചു വീഴോ? നീ മരിച്ചു വീഴോ? പൊട്ടിച്ചിരിക്കുന്നു. ശത്രുസൈന്യം അന്തപുരത്തിനെ എന്താ പരിപാടി? നല്ല ചോദിച്ചേട്ടാ, ഞങ്ങള് അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞാൻ പൈസ തന്നല്ലോ, 150 പൗണ്ട് വാങ്ങിച്ചിട്ട്, ലൈഫിന്റെ 150 പൗണ്ട് വാങ്ങിച്ചില്ലേ പരിപാടി നടത്തുന്നത്. അത് നമ്മൾ എന്താ പരിപാടിയാണ്? ഇതെന്നെ പാല് കട്ടണം എന്താ പാല്? കട്ടണം ഇടാൻ പറ്റേ ഇതെന്താ പരിപാടി? എന്താ പാല്? ഇതെന്താ പാല്? ഇതാണോ പാല്? ഇതാ പാല്? അല്ല, നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ എന്ത് സംസാരിക്കാന്ന്? ഇങ്ങനെ ഇതെന്താ പാല്? അല്ല, നീ ഇങ്ങോട്ട് മാറി ഈ പരിപാടിയുടെ ബാക്കി ഭാഗം സ്റ്റേജിന്റെ പുറകിൽ